കമ്പൈൻ തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുവൈറ്റിലുള്ള ദമ്പതികൾക്ക് നാട്ടിൽ ജനിച്ച അവരുടെ കുഞ്ഞിൻ്റെ വിസ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ എലിജിബിലിറ്റി, മറ്റു വിവരങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വിസ അനുവദിക്കുന്നത് മിനിമം 800 KD അതിൽ കൂടുതലോ സാലറി ഉള്ളവർക്കാണ്. എന്നാൽ 400 KD മിനിമം സാലറി ഉണ്ടെങ്കിൽ അവരുടെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡിപ്പെൻഡൻറ്റ് വിസ അനുവദിക്കുന്നുണ്ട്. അതിന് ചില സാഹചര്യങ്ങളിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ കൂടി അവർ ചോദിക്കാറുണ്ട്. ഡിപ്പെൻഡൻസ് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ്: ഒന്നാമതായി സ്പോൺസറുടെ പാസ്പോർട്ട് കോപ്പി, രണ്ടാമതായി സിവിൽ ID കോപ്പി, മൂന്നാമത് ബേബിയുടെ പാസ്പോർട്ട് കോപ്പി, നാലാമതായി സ്പോൺസറുടെ സാലറി മെൻഷൻ ചെയ്യുന്ന വർക്ക് പെർമിറ്റ്, അഞ്ചാമതായി റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, ആറാമത്തെ ആപ്ലിക്കേഷൻ ഫോം. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് വിസ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്യുന്നത് കിട്ടുന്നതിന് വേണ്ടി പാരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പി, കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കോപ്പി, പാരൻസിൻ്റെ സിവിൽ ID, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം, ഇത്രയും രേഖകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പാരൻസിൻ്റെ പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ നെയിം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അച്ഛൻ്റെ പാസ്പോർട്ടിൽ സ്പൗസ് നെയിമായിട്ട് വൈഫിൻ്റെ പേര്, അമ്മയുടെ പാസ്പോർട്ടിൽ സ്പൗസ് നെയിമായിട്ട് ഹസ്ബൻഡിൻ്റെ പേരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പാസ്പോർട്ടിൽ പാരൻസിൻ്റെ രണ്ടുപേരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സബ്മിറ്റ് ചെയ്യാം. അത് ഇല്ലാത്ത പക്ഷം മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് കൂടെ ഇതിൻ്റെ ഒപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുവൈറ്റിലെ ഫോറിൻ അഫയേഴ്സിൽ കൊണ്ടുപോയി അത് സ്റ്റാമ്പ് ചെയ്യിക്കണം. അതിനുശേഷം വിസ സെക്ഷനിൽ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഫോം, സ്പോൺസറുടെ പാസ്പോർട്ട് കോപ്പി, സ്പോൺസറുടെ സിവിൽ ID കോപ്പി, കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കോപ്പി, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, സാലറി മെൻഷൻ ചെയ്യുന്ന വർക്ക് പെർമിറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ സബ്മിഷന് വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനലും കയ്യിൽ കരുതണം. ഒപ്പം അറ്റസ്റ്റ് ചെയ്ത ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കോപ്പിയും കൈവശം ഉണ്ടായിരിക്കണം. സബ്മിഷൻ്റെ സമയത്ത് 3 KD സ്റ്റാമ്പ് ഫീ പേ ചെയ്യുന്നതിന് ബാങ്കിൻ്റെ KNET കാർഡ് കൂടി കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്രയും രേഖകൾ സബ്മിറ്റ് ചെയ്യുന്നത് അതാത് ഗവർണറേറ്റിലെ വിസ സെക്ഷനിലാണ്. സബ്മിഷന് മുന്നേ കൂട്ടി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അന്ന് തന്നെ നമുക്ക് വിസ കയ്യിൽ കിട്ടുന്നതാണ്. വിസ കയ്യിൽ കിട്ടിയതിന് ശേഷം അത് ഒറിജിനൽ വിസ നാട്ടിലെത്തിച്ച് കുവൈറ്റ് എംബസിയുടെ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ആവശ്യമായിട്ട് വരുന്നത് ഒറിജിനൽ പാസ്പോർട്ട്, ഒറിജിനൽ വിസ, ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് അറ്റസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരിക. 4 GCC അപ്രൂവ്ഡ് മെഡിക്കൽ സെൻറ്ററിൽ നിന്നും ലഭിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. നോർമലി കുഞ്ഞുങ്ങളുടെ കേസിൽ മുന്നേ കൂട്ടി അപ്പോയിൻമെൻറ്റ് എടുക്കാതെ തന്നെ നേരിട്ട് പോയി നമുക്ക് GCC അപ്രൂവ്ഡ് സെൻറ്ററുകളിൽ നിന്നും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനാവശ്യമായിട്ട് വരിക പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുവരെ നൽകിയിട്ടുള്ള വാക്സിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റ്, ഒരു ഫോട്ടോ, ഇത്രയും രേഖകൾ സബ്മിറ്റ് ചെയ്താൽ അന്ന് തന്നെ നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നതാണ്. ഞങ്ങൾ ഷെയർ ചെയ്ത ഇത്രയും വിവരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിസ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.